ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് പല കമന്റ്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ വലിയൊരു എനർജി. നിങ്ങൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് അറിഞ്ഞു. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഏതെങ്കിലും 6 ആൻസർ ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. മാത്സിന് നല്ല മാർക്ക് വാങ്ങിക്കാൻ, ഫുൾ മാർക്ക് തന്നെ മേടിക്കാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ ആശംസിച്ചുകൊണ്ട് വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഡെയിലി വേജസ് ഓഫ് 99 വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി ഈസ് ഷോൺ ഇൻ ദ ടേബിൾ. ഇപ്പോൾ ഡെയിലി വേജസ് എന്ന് പറയുന്നത് 500 to 600, നമ്പർ ഓഫ് വർക്കേഴ്സ് 8 ആണ്. 600 to 700 13 ആണ്. അതുപോലെ തന്നെ 700 to 800 എന്ന് പറയുന്നത് 20 ആണ്. 800 to 900 എന്ന് പറയുന്നത് 25 ആണ്. 900 to 1000 19 ആണ്. 900 to 1000 19 ആണ്. 1000 to 1100 14 ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, the workers are arranged on the basis of their daily wages. At what position does the median wage fall? അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇത് ചോദ്യം കൊണ്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. മീഡിയൻ വേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മീഡിയൻ ക്ലാസ്? ഈ മീഡിയൻ വരുന്ന ക്ലാസ് ഏതാണ്? മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ മീഡിയൻ ഓഫ് വേജസ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. വേജസിന്റെ മീഡിയൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ടോട്ടൽ എംപ്ലോയീസ് എന്ന് പറയുന്നത് ഇവിടെ 99 ആണ്. നമ്മൾ ഈ ടേബിൾ നിങ്ങൾ എല്ലാവർക്കും വരയ്ക്കാൻ അറിയുന്നു വിചാരിക്കുന്നു. കാരണം അപ് ടു 600 അല്ലെങ്കിൽ ബിലോ 600 8, ബിലോ 700 അല്ലെങ്കിൽ അപ് ടു 700 13. അപ്പോൾ അതുകൂടി കൂട്ടുമ്പോൾ 21 വരും. അപ്പോൾ ബിലോ 800 എന്ന് പറഞ്ഞാൽ 13ഉം 21 കൂടി കൂട്ടുമ്പോൾ 41 വരും. ബിലോ 900 എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 66 വരും. ഇത് 1000 എന്ന് പറയുമ്പോൾ 19 കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 85. ഇവിടെ 14 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 9. അപ്പം അങ്ങനെയാണ് ടോട്ടൽ എംപ്ലോയീസ് 99 എന്ന് കിട്ടാം. അപ്പം ഇവിടെ ക്ലാസിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നോക്കിയേ, ഒരു ക്ലാസിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ഇവരുടെ വേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം 100 ആണ് ക്ലാസിന്റെ വിഡ്ത്ത്. നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കണം. അപ്പം അതിന് മുമ്പ് നമുക്ക് ടോട്ടൽ എംപ്ലോയീസ് 99 ആണ്. 99 ആണെങ്കിൽ നമ്മുടെ എന്താണ് മീഡിയൻ വേജ് എന്ന് പറയുന്നത് എത്രാമത്തെ ആയിരിക്കും? 99 + 1/100. ഇവിടെ ഓഡ് നമ്പറാണ് നമ്മുടെ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ നമ്മൾ ആ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്നുള്ളത് വരുന്നുണ്ട്. 99 + 1 100/2 50. അപ്പം മീഡിയൻ എംപ്ലോയിയുടെ സാലറി, 50ാമത്തെ എംപ്ലോയി ആണ് ഇവിടെ മീഡിയൻ എംപ്ലോയി. ഈ 50ാമത്തെ എംപ്ലോയിയുടെ സാലറിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതാണ് മീഡിയൻ സാലറി ഓർ മീഡിയൻ വേജ്. ഇവിടെ വേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. 50ാമത്തെയാണ് നമ്മുടെ മീഡിയൻ എംപ്ലോയി എന്ന് പറയുന്നത്. 50 വരുന്നത് ഏത് ക്ലാസ്സിലാണ്? 800 to 99 ഉള്ളതാണ്. അപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ 800 to 99 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ രണ്ടിൻ്റെയും ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദ വേജസ്. വേജസിന്റെ മീഡിയൻ കണ്ടുപിടിക്കണം എന്ന് പറയുന്ന 50ാമത്തെ ആൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേജ്, അതാണ് മീഡിയൻ വേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കി, ഇവിടെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് 41 to 66 വരെയാണ്. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം ഡിഫറൻസ് 25 ആണ്. ഇവിടെ 800 to 900 ആണ്. ഇവിടുത്തെ വ്യത്യാസം 100 ആണ്. അപ്പോൾ 21 മുതൽ, അതായത് 25 41 മുതൽ 61 വരെ, അതായത് 25 ഡിഫറൻസ് ആണ്. ഇവിടെ 800 900 എന്ന് പറയുന്നത് 100 ഡിഫറൻസ്. അപ്പോൾ ഓരോ ഡിവിഷനും വേജിന്റെ ഇൻക്രീസ് എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ 42ാമത്തെ എംപ്ലോയിയുടെ വേജ് ക്ലാസ് എന്ന് പറയുന്നത് 800 to 804 ആണ്. 43ാമത്തെ എംപ്ലോയിയുടെ എന്ന് പറയുന്നത് 804 to 808. കാരണം ഈ 4 നമ്മൾ ആഡ് ചെയ്ത് വരികയാണ്. ഓക്കെ, ഇതൊരു AP പോലെയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമ്മളിങ്ങനെ എഴുതുന്നതാണ്. 44ാമത്തെ എംപ്ലോയിയുടെ വേജിന്റെ ക്ലാസ് എന്ന് പറയുന്നത് 808 മുതൽ 812 വരെയാണ്. 808 to 812. 45th ആളുടെ 812 to 816. 46th ആളുടെ 816 to 820. അപ്പോൾ നമുക്ക് 50th ആണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ. ദാറ്റ് ഇസ് എ മീഡിയൻ. അപ്പോൾ 47th എന്ന് പറഞ്ഞാൽ 820 to 824. 48th എന്ന് പറഞ്ഞാൽ 824 to 828. 49th എന്ന് പറഞ്ഞാൽ 828 to 832. 50th എന്ന് പറയുന്നത് 832 to 836. അപ്പോൾ ഇതാണ് അവിടുത്തെ മീഡിയൻ വേജ് ക്ലാസ് എന്ന് പറയുന്നത്. ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത് 836 സെന്ററിൽ വരുന്നത് 4ാം ഡിവിഷൻ സെന്റർ എന്ന് പറയുന്നത് എന്താണ്? 834 വരും. ഇനി അങ്ങനെ നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് 832 836 കൂടി കൂട്ടുക, 2 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 834 കിട്ടും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇതാണ് ഇതിൽ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മളിങ്ങനെ വരച്ചിട്ട് കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ AP ഫോമിൽ ചെയ്യാവുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഏറ്റവും എളുപ്പമാണ് ഇത്. ഇനി മറ്റുള്ളതാണ് അറിയുന്നുണ്ടെങ്കിൽ ഏതാണ് നിങ്ങൾ കംഫർട്ടബിൾ എന്ന് അങ്ങനെ ചെയ്യുക. ഇതാണെങ്കിൽ ഒരു കാരണവശാലും തെറ്റാൻ സാധ്യത കുറവാണ്. ഈ മറ്റ് ക്ലാസ്സിൻ്റെ ചോദിച്ചാലും നമുക്ക് എഴുതാനായിട്ട് പറ്റും.
അപ്പോൾ അടുത്ത ചോദ്യം 5 മാർക്കാണ് ആ ചോദ്യത്തിന്. അപ്പോൾ എല്ലാവർക്കും ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. ഒരു 3-4 ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക, തീർച്ചയായിട്ടും കിട്ടും. ഇനി 23ാമത്തെ ചോദ്യം, ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ഏരിയ 24 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്, ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ ഈക്വൽ ടു ദി ഏരിയ ഓഫ് ദിസ് റെക്ടാംഗിൾ. അപ്പോൾ അത് ഒരു കൺസ്ട്രക്ഷൻ ആണ്. ഒരു റെക്ടാംഗിളിന്റെ ഏരിയ 24 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ആണ്. ഡ്രോ എ സ്ക്വയർ, അതേ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഈ ചോദ്യം വരയ്ക്കാനായിട്ട് ആദ്യം സ്കെയിൽ എടുത്തിട്ട് 8 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക. പിന്നെ എന്ത് ചെയ്യുക, 8ൽ നിന്ന് 3 സെന്റിമീറ്റർ കൂടി വരയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ എടുക്കാൻ കാരണം 8 × 3 24 എന്നുള്ള കണക്കിലാണ് നമ്മൾ അങ്ങനെ എടുത്തിരിക്കുന്നത്. നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് റെക്ടാംഗിളിന്റെ ഏരിയക്ക് ഈക്വൽ ആയിട്ടുള്ള സ്ക്വയറിന്റെ ഏരിയ, അതേ ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ 8 3 അപ്പോൾ ടോട്ടൽ 11 വരും. ഇതിന്റെ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കണ്ടുപിടിക്കുക. കോമ്പസ് വെച്ചിട്ട് രണ്ട് സൈഡിലും പകുതി കൂടെടുക്കുക. എയിൽ നിന്ന് മുകളിൽ താഴെ ആർക്ക് വരയ്ക്കുക, ബിയിൽ നിന്ന് മുകളിൽ താഴെ ആർക്ക് വരയ്ക്കുക. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പോയിന്റാണ് ഈ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആർക്ക് വരയ്ക്കാം. അപ്പോൾ ഈ ആർക്ക് വരച്ചിട്ട് നേരത്തെ നമ്മൾ പി അടയാളപ്പെടുത്തിയിട്ടുണ്ട് 8 വരെ. അപ്പോൾ പിയിൽ നിന്ന് ഒരു ലൈൻ നേരിട്ട് വരയ്ക്കുക. അപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് ഈ ആർക്കിൽ മുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ ലെങ്ത് എടുക്കുക. ആ ലെങ്ത് നമ്മൾ കോമ്പസിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു ജസ്റ്റ് ആർക്കിടുക. അതുപോലെ തന്നെ ഈ പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു ആർക്കിടുക, ഈ പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു ആർക്കിടുക. അപ്പോൾ ഈ രണ്ട് പോയിന്റ് കൂടി കൂട്ടുമുട്ടുന്ന ലൈനിലേക്ക് കൂട്ടി വരയ്ക്കുക. ഇപ്പോൾ കിട്ടുന്ന ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 24 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, എളുപ്പമായി എല്ലാവരും മനസ്സിലായി വിചാരിക്കുന്നു. 5 മാർക്കാണ്. അടുത്ത ചോദ്യം, ഒരു ഫിഗർ തന്നിട്ടുണ്ട് ഇവിടെ. A06 B86 origin 0 xy axis. In the figure 0,6 and 8,0 are the coordinates of the point A and B. A യും ബിയുടെ കോർഡിനേറ്റ്സ് ആണ് 0,6ഉം 80 എന്ന് പറയുന്നത്. എ സർക്കിൾ ഓഫ് ഡയമീറ്റർ AB is drawn. അപ്പോൾ ഈ AB എന്ന് പറയുന്ന ഈ ലെങ്ത് ഉള്ള ലൈനിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ AB എന്ന ലൈനെ ബേസ് ചെയ്തിട്ട് AB ഡയമീറ്റർ ആയിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ സർക്കിൾ വരച്ചു കഴിയുമ്പോൾ ഈ സർക്കിളിന്റെ ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ, ഈ സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം വരുന്നത്. അപ്പോൾ നോക്കാം, നമുക്ക് ഇവിടെ ഇതിന്റെ ഡയമീറ്റർ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം, ഇതിന്റെ സെന്റർ ആയിരിക്കും, ഇതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് മിഡ് പോയിന്റ്, ലൈനിന്റെ മിഡ് പോയിന്റ് x1 + x2/2 y1 + y2/2. ഇവിടെ 0 + 8 8/2 4 ആണ് എക്സ് കോർഡിനേറ്റ്. 6 + 0 6/2 3 ആണ് y കോർഡിനേറ്റ്. 4,3 എന്നുള്ളതാണ് നമ്മുടെ കോർഡിനേറ്റ്സ്. ഇതിന്റെ കോർഡിനേറ്റ്സ് സെന്ററിന്റെ കോർഡിനേറ്റ്. ഇനി നമുക്ക് റേഡിയസ് ഓഫ് ദ സർക്കിൾ കാണണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് സെന്റർ ഇതാണ്, 4,3 ആണ്. ഇനി റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സെന്റർ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു, ഇതിന് സെന്ററിൽ സർക്കിൾ വരച്ചു, ഈ സെന്ററിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരമാണ് റേഡിയസ്. നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാം. അപ്പോൾ √(x2 - x1) ² + y2 - y1² ഇവിടെ x1 y1 43, x2 y2 80 ആയിട്ട് എടുക്കുക. √8 - 4 ² + 0 - 3 ² √16 + 9 √25 നമുക്ക് 5 കിട്ടും. ഈ രണ്ട് പോയിന്റ് എടുത്തുകൊണ്ടും തെറ്റൊന്നുമില്ല, അങ്ങനെ വേണമെങ്കിലും ചെയ്യുന്നവർക്ക് ചെയ്യാം. √4, അപ്പോൾ ഇവിടെ എന്തായിരിക്കണം, ഇതാണ് x2 ആയിട്ട് എടുക്കേണ്ടത്. √4² - 0² + 3² - 6². 4² 16 വരും. ഇവിടെ 0 ആയാലും 4 - 0 4, 4² 16, 3 - 6 - 3 ² 9, അപ്പോഴും √25 5 വരും. ഓക്കെ, ഇനി അടുത്താണ്, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ ഇക്വേഷൻ നമുക്കറിയാം. സെന്റർ തന്നാൽ സെന്റർ സെന്റർ എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് h, k ആണെന്ന് വിചാരിക്കുക. അതിനുള്ള സർക്കിളിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. x - h all square + y - k all square = r². ഇവിടെ hന്റെ സ്ഥാനത്ത് വരുന്നത് 4 ആണ്, kയുടെ സ്ഥാനത്ത് വരുന്നത് 3 ആണ്. അപ്പോൾ x - 4 all square + y - 3 all square. റേഡിയസ് എന്ന് പറയുന്നത് 5 ആണ്, ദാറ്റ്സ് ഈക്വൽ ടു 5² എഴുതിയാൽ മതി. നമുക്ക് 5 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 25ാമത്തെ ചോദ്യമാണ്. ഒരു ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. PA and PB are 2 tangents to the circle and centered at O. PA യും PB യും സർക്കിളിലേക്കുള്ള 2 ടാൻജന്റ് ആണ്, അത് ഓയിലാണ് അതിന്റെ സെന്റർ. ആംഗിൾ ACB എന്ന് പറയുന്നത് 105 ഡിഗ്രിയാണ്. ഇവിടെ തന്നിട്ടുണ്ട് ACB എന്ന് പറയുന്നത്, ഇതാണ് 105 ആണ്. ഫൈൻഡ് ദ ആംഗിൾസ് ഗിവൺ. ആദ്യം കണ്ടുപിടിക്കേണ്ട ആംഗിൾ ഏതാണ്, ആംഗിൾ ADB ആണ്. ആംഗിൾ ADB ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതുകൊണ്ട് തന്നെ ആംഗിൾ സിയും ആംഗിൾ ഡിയും, അതായത് ആംഗിൾ ADB-യും ആംഗിൾ ACB-യും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഇവിടെ ഇത് 105 ആണ്. അപ്പോൾ 180 - 105 ദാറ്റ് ഈസ് 75. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ എന്ത് കിട്ടും,
75 ഡിഗ്രി കിട്ടും. ഇനി അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞ ആംഗിൾ എ ഒ ബി ആണ്. അപ്പോൾ ഈ ആംഗിൾ 75 കിട്ടി. ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് നമ്മൾ ആർക്ക് ഇന്റർസെപ്റ്റ് തിയറി പഠിച്ചിട്ടുണ്ട്. ഈ 75ന്റെ സെൻട്രൽ ആംഗിളാണ് എ ഒ ബി എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ആംഗിൾ എപ്പോഴും ഇതിൻ്റെ ഈ ആർക്ക്, ഈ രണ്ടും ഒരേ ആർക്കിൽ തന്നെയാണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ 75ന്റെ ഡബിൾ എന്ന് പറയുന്നത് 150 ആണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 150 ഡിഗ്രി. ഇനി അടുത്താണ് ആംഗിൾ എ പി ബി. എ പി ബി വീണ്ടും നമുക്ക് വരുന്നത് എ പി ബി എന്ന് പറയുന്നത് ഇത് നമുക്ക് എ ഒ ബി 150 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് 180 മൈനസ് 150. കാരണം ഈ രണ്ട് ആംഗിൾസും ഇത് സൈക്ലിക് കോർഡിലേറ്റർ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് പുറത്താണ്. പക്ഷെ ടാൻജന്റിന്റെ കേസിൽ നമ്മൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ തമ്മിൽ കൂട്ടിയ 180 ഡിഗ്രി കിട്ടുമ്പോൾ 180യിൽ നിന്ന് നമുക്ക് 150 കുറച്ചാൽ ഈ ആംഗിൾ എ പി ബി അല്ലെങ്കിൽ ആംഗിൾ പി എന്ന് പറയുന്നത് 30 ഡിഗ്രി കിട്ടും. ഇനി ആംഗിൾ എ ബി പി കണ്ടുപിടിക്കാൻ വേണ്ടി എ ബി പി. അപ്പോൾ നമ്മളിവിടെ ഫിഗറിൽ തന്നിട്ടില്ലേ, പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് റെഡിലൂടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആംഗിൾ എ ബി പി എന്ന് പറയുന്നത്. ആംഗിൾ എ ബി പി എന്ന് പറയുന്നത് 75 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ആംഗിൾ എ ബി പി 75 ഡിഗ്രിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ആംഗിൾ എ ബി ഒ എന്ന് പറയുന്നത് എ ബി ഒ. അപ്പോൾ നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഇതിൽ ഒരു ടാൻജന്റ് വരയ്ക്കുന്നതിൽ നമ്മൾ അതിൻ്റെ റേഡിയസും സർക്കിളിൻ്റെ റേഡിയസും ഈ ടാൻജന്റ് തമ്മിലുള്ളത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അത് ഒരെണ്ണം 75 ആണ്. അപ്പോൾ 90 മൈനസ് 75 15 ഡിഗ്രി നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം 26ാമത്തെ ചോദ്യമാണ്. There are two cylindrical wooden blocks with diameter 60 centimeters and height 60 centimeters. A largest cone is carved out from one block and a largest sphere from the other. എന്താ പറയുന്നത്, രണ്ട് സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വുഡൻ ബ്ലോക്സ് ഉണ്ട്. വുഡൻ ബ്ലോക്സിന്റെ ഷേപ്പ് സിലിണ്ടറിന്റെ ഷേപ്പാണ്. അതിന് രണ്ടെണ്ണം ഉണ്ട്. ഇതിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ടിന്റെയും 60 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ലാർജസ്റ്റ് കോൺ, ഒരു ലാർജസ്റ്റ് ആയിട്ടുള്ള കോൺ ഈസ് കാർവ്ഡ് ഔട്ട് ഫ്രം വൺ ബ്ലോക്ക് ആൻഡ് ദ ലാർജസ്റ്റ് സ്ഫിയർ ഫ്രം അതർ. ഒരെണ്ണത്തിൽ നിന്ന് ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു കോണും മറ്റേതിൽ നിന്ന് ലാർജസ്റ്റ് ആയിട്ടുള്ള സ്ഫിയറും നമുക്ക് വെട്ടിയെടുക്കണം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ? സിലിണ്ടറിന്റെ വോളിയം നിങ്ങൾ ആ ഇക്വേഷൻ തീർച്ചയായിട്ടും അറിയണം. സിലിണ്ടറിന്റെ വോളിയം കാണുന്ന ഇക്വേഷൻ πr²h ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കണമെങ്കിൽ എളുപ്പത്തിൽ ഞാൻ പറയാം. സിലിണ്ടറിന്റെ ഷേപ്പ് ഒക്കെ നമ്മുടെ മറ്റു വീഡിയോകളിൽ കൊടുത്തിട്ടുണ്ട്. സിലിണ്ടറിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും സർക്കിളിന്റെ ഷേപ്പ്, പിന്നെ സൈഡിലൊരു ഇതാണ് സിലിണ്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പെന്നൊക്കെ ഒരു പെൻസിലൊക്കെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അപ്പോൾ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ബേസിന് സർക്കിൾ ആയതുകൊണ്ട് സർക്കിളിന്റെ ഏരിയ എന്ന് πr² ആണ്. πr² ഇൻറ്റു h. ഇവിടെ π ഇൻറ്റു r. ഇവിടെ എത്രയാണ് ഡയമീറ്റർ 60 ആയതുകൊണ്ട് റേഡിയസ് അതിന്റെ പകുതി 30² ഇൻറ്റു r² എന്ന് പറയുന്നത് 30² ആണ്. അപ്പോൾ 30² ഇൻറ്റു h എന്ന് പറയുന്നത് ഇവിടെ 60 തന്നെയാണ്. ഹൈറ്റ് തന്നിരിക്കുന്നത് 60 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 30 π ഇൻറ്റു 30² ഇൻറ്റു 60, 30 ഇൻറ്റു 30 900 ഇൻറ്റു 60 5400 π സെന്റിമീറ്റർ ക്യൂബ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. എത്ര 0 ഉണ്ടോ അത് അവിടെ ഇട്ടാൽ മതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അല്ലേ? ഫൈൻഡ് ദ വോളിയം ഓഫ് ദ കോൺ. ഇവിടെ കോണിന്റെ വോളിയം എന്ന് പറയുന്നത് 1/3 πr². അപ്പോൾ അത് നമ്മൾ പഠിച്ചു. അത് ഓർത്തിരിക്കാൻ ഒരു ഇത് പറഞ്ഞുതരാം. സിലിണ്ടറിന്റെ വോളിയത്തിന്റെ 1/3 ഭാഗമായിരിക്കും കോണിന്റെ വോളിയം. ദാറ്റ് ഇസ് 1/3 πr² എന്ന് പറയുന്നത് 1/3 π ഇൻറ്റു r എന്ന് പറയുന്നത് 30 ആണ്. 30² ഇൻറ്റു 60 നമുക്ക് 1800 π സെന്റിമീറ്റർ ക്യൂബ് കിട്ടും. അപ്പോൾ പൈയുടെ വാല്യൂ നമ്മൾ കാണേണ്ട ആവശ്യമില്ല. പ്രത്യേകമായിട്ട് പൈയുടെ വാല്യൂ തന്നാൽ മാത്രമാണ്, അങ്ങനെ കാണാൻ പറഞ്ഞാൽ മാത്രമാണ് കാണേണ്ട കാര്യം. ഇനി അടുത്തത് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ. വളരെ സിമ്പിൾ ആണ്. ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ് എന്ന് പറയുന്നത്. അടുത്ത് കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ സ്ഫിയർ. സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? 4 πr² ആണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ മുമ്പ് പല വീഡിയോകൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. സ്ഫിയറിന്റെ ഹെമിസ്ഫിയറിന്റെ ഒക്കെ ഇക്വേഷൻസ് ഒക്കെ എങ്ങനെയൊക്കെ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 4 πr² ആണ്. 4 ഇൻറ്റു π ഇൻറ്റു r എന്ന് പറയുന്നത് 30 ആണ്. 30². അപ്പോൾ 3600. 30² 9000. 9000 4 36,000 π സെന്റിമീറ്റർ ക്യൂബ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ വോളിയം ഓഫ് ദ കോൺ ആൻഡ് സ്ഫിയർ. ഈ കോണിന്റെയും സ്ഫിയറിന്റെയും വോളിയത്തിന്റെ റേഷ്യോ കാണാം. നമുക്ക് കോണിന്റെ വോളിയം കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 1800 π ഈസ്റ്റു സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട്. അതുപോലെ തന്നെ π ഈസ്റ്റു സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 3600 π. രണ്ടിലും നമുക്ക് ദാറ്റ് ഈസിന്റെ മീനിങ് 1800 π ബൈ 3600 π ആണ്. പൈ ക്യാൻസൽ ചെയ്ത് പോകും. 2 0 അത് 2 കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് 18:36. അപ്പോൾ അതിനൊന്നും കൂടി ചെറുതാക്കി കഴിഞ്ഞാൽ 18-ലും 36-ലും 18 ഒരേ പ്രാവശ്യം പോകും. 18 ഒരു പ്രാവശ്യം 34 2 പ്രാവശ്യം 1:2. 5 മാർക്കിന്റെ ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. വളരെ സിമ്പിൾ ആണ്.
ആദ്യത്തെ നാച്ചുറൽ നമ്പേഴ്സിൽ സം കാണുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം n×n+1/2. ആദ്യത്തെ നമ്പറോട് 1 കൂട്ടിയിട്ട് 2 ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ് ഇക്വേഷൻ വന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ, ഇതിന്റെ സ്റ്റോറി, അരിത്മെറ്റിക് സീക്വൻസിന്റെ സമ്മിന്റെ സ്റ്റോറി, ഹിസ്റ്ററി ഒക്കെ നമ്മുടെ ഒരു വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കാതെ മനസ്സിലാക്കുന്ന ആഗ്രഹമുള്ളവർ അത് നോക്കിയാൽ അത് നിങ്ങൾ പിന്നെ ഒരു കാരണവശാലും ഇക്വേഷൻ നിങ്ങൾ മറക്കില്ല. അപ്പോൾ n എന്ന് പറയുന്നത് 20 ആണ്. n ശേഷം വരുന്നത് 20+1, ദാറ്റ് ഈസ് 21. അപ്പോൾ n×n+1, ദാറ്റ് ഈസ് 20×21 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്രയാണ്? 420/2. 210 ആണ് ആൻസർ, 210. ഇനി ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 5, 9, 13. ഇവിടെ എ എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഡി കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 9 - 5 ആണ്. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് 4 കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? a+n - 1 ഡി എന്ന് പറയുന്നത് a എന്ന് പറയുന്നത് 5 ആണ്. n അറിയില്ല, n അങ്ങനെ തന്നെ കൊടുത്തു. n - 1 ഡി എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 + n - 1 -4. അപ്പോൾ 5 + 4n - 4. അപ്പോൾ 5 4 കൊടുക്കുമ്പോൾ 1, 4n + 1. ഇവിടെ ഞാനത് എഴുതിയിട്ടുണ്ട്. ഇവിടെ തന്നെ സോൾവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ഫൈൻഡ് സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് 5, 9, 13. ഇതിന്റെ സം കാണണം 20 ടേംസിന്റെ, ആദ്യത്തെ 20 ടേംസിന്റെ. അപ്പോൾ എ തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് നമുക്ക് 9 - 5 ചെയ്യുമ്പോൾ 4 കിട്ടും. അതുപോലെ തന്നെ n 20 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സം കണ്ടുപിടിക്കണം. അപ്പോൾ 20 ടേംസ് ഉണ്ടെങ്കിൽ അവിടെ 20/2, ദാറ്റ് ഈസ് 10 വരും. ഇത് 2a. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ സം കാണുന്ന ഇക്വേഷൻ ബൈ 22a + n - 1 d n/2. n സ്ഥാനത്ത് 20 ആണ്. 20/2 10 ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് എഴുതിയാണ്. a എന്ന് പറയുന്നത് 5 ആണ്. 2 × 5 + 20 - 1 19. 19 × 4. അപ്പോൾ 10 × 10 പ്ലസ് ബ്രാക്കറ്റിലുള്ള 10 + 76 വരും. 86 × 10 860 വരും. ഇനി അടുത്തത് നല്ലൊരു ചോദ്യമാണ്. ചൈൽഡ് സീസ് ദ ട്രിഗണോമെട്രി എന്നുള്ള ചോദ്യമാണ്. എ ചൈൽഡ് സീസ് ദ ടോപ്പ് ഓഫ് എ ടെലിഫോൺ ടവർ അറ്റ് എൻ എലിവേഷൻ ഓഫ് 80 degree. സ്റ്റെപ്പിംഗ് 20 meters ബാക്ക് ഹി സീസ് അറ്റ് എൻ എലിവേഷൻ ഓഫ് 40 degree. ഇപ്പോൾ ഒരു കുട്ടി ഒരു ടെലിഫോൺ ടവറിന്റെ എലിവേഷൻ മുകൾ ഭാഗം കാണുന്നത് 80 ഡിഗ്രിയാണ്. കുട്ടി 20 മീറ്റർ ബാക്കിലേക്ക് വന്ന് നോക്കുമ്പോഴും അപ്പോൾ അതിൻ്റെ ആംഗിളിന് വ്യത്യാസം, എലിവേഷൻ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം റഫ് ഫിഗർ വരയ്ക്കാനാണ് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ നോക്കാം? ഇങ്ങനെ വരയ്ക്കുക. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഒരു ട്രയാങ്കിൾ, ഇതാണ് ഹൈറ്റ് ഓഫ് ദ ടവർ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 80 ഡിഗ്രിയിലാണ് ഈ കുട്ടി ഇത് നോക്കുന്നതാണ്. അപ്പോൾ ഈ ആംഗിളാണ് 80 ഡിഗ്രി. പിന്നെ ഈ കുട്ടി 20 മീറ്റർ ബാക്കിലേക്ക് വന്ന് ടെലിഫോൺ ടവറിൻ്റെ എൻഡ് കാണുന്നത് 40 ഡിഗ്രിയിലാണ്. അപ്പോൾ നമ്മൾ റഫ് ഫിഗർ വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് റഫ് ഫിഗർ വരിക. വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ടവറിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് ടവർ എന്ന് പറയുന്നത്. h ആണ് ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇവിടുത്തെ ആംഗിൾ 80 ഡിഗ്രിയാണെന്ന് അറിയാം. നമുക്ക് ടവറിൻ്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ വരും? sin 80 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് ആണ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? h ആണ് ഓപ്പോസിറ്റ് സൈഡ്. നമുക്കറിയില്ല. പിന്നെ നമുക്ക് അറിയുന്ന കാര്യം 20 ആണ്. 20. അപ്പോൾ h/20. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കാം, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ആംഗിൾ ഇത് 100 ആണെന്ന് പറഞ്ഞു. ഇത് 80 ആയതുകൊണ്ട്, ഈ ആംഗിൾ 80 ആയതുകൊണ്ട് ഇത് ലീനിയർ പ്ലെയിൻ, ഇത് 100 ആണ്. ഇത് 100 ആണെങ്കിൽ ഈ രണ്ട് സൈഡും എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് 40, ഇത് 40. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ 40 ആയതുകൊണ്ട് തന്നെ ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡ്, ഈ 40ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന 20 ആണ്. അപ്പോൾ ഈ 40ക്കും 20 ആയിരിക്കും വരിക. അപ്പോൾ നമ്മുടെ sin 80 എന്ന് പറഞ്ഞാൽ h/20. ഇവിടെ ഹൈപ്പോട്ടൻസ് 20 ആണ്. അപ്പോൾ h/20 വരും. അപ്പോൾ h = sin 80 × 20. sin 80 എന്ന് പറഞ്ഞാൽ 0.98 ആണ്. × 2 sin 80യുടെ വാല്യൂ അവിടെ തരും 19.6 എന്നുണ്ട്. എല്ലാവർക്കും ഈസിയായിട്ട് മനസ്സിലായി വിചാരിക്കണം. മനസ്സിലാവാത്തവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. Diagonals of quadrilateral are the lines joining its opposite vertices. What about a diagonal of polygon? The lines from one vertex to adjacent vertices are not diagonals. They are the sides of polygon. Lines to all other devices are diagonals. Okay, in the quadrilateral, only one diagonal can be drawn from vertex. So, ഒരു quadrilateral ഒരു diagonal വന്നിട്ട് vertex വരയ്ക്കുമ്പോൾ, if we draw from all 4 vertices, we get 4 diagonals, but 2 among them are the same. In pentagon, from one vertex, 2 diagonals can be drawn. ഓക്കെ, നമ്മുടെ ചോദ്യം ചോദിച്ചത് എന്താണ്?
ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് 5 to 10 ആണ്. ബട്ട് 5 എന്നത് മാതൃസിൻ. സോ നമ്പർ ഓഫ് ഡയഗണൽസ് ഇൻ പെൻറ്റഗൺ എന്ന് പറയുന്നത് 5 to 25/10. ഇവിടെ നോക്കി ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ 4 സൈഡ് ഉണ്ട്. അപ്പോൾ 4-ൽ നിന്ന് 3 കുറയ്ക്കുക. അപ്പോൾ അത്രയും ഡയഗണൽ ഉണ്ടാവുക. അപ്പോൾ വെർട്ടെക്സിൽ നിന്ന് ഒരു വെർട്ടെക്സിൽ നിന്നുണ്ടാകുന്ന ഒരു വെർട്ടെക്സിൽ നിന്നുണ്ടാകുന്ന 4 - 1 3. ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ് എന്ന് പറയുന്നത് 4 × 1/2 ആണ്. 2 ആണ്. പെൻറ്റഗണിന് 5 ആണ് സൈഡ്. നമ്പർ ഓഫ് ഡയഗണൽസ് 1 വെർട്ടെക്സ് ആണ് 3 കുറയ്ക്കുന്നത് 2. ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ് 5 × 2/2. അപ്പോൾ ഇതൊരു ഫോർമാറ്റ് കീപ്പ് ചെയ്യാണ്. 6 ആകുമ്പോൾ 3 6 × 3/2 9. അപ്പോൾ 7 ആണെങ്കിൽ ഇത് വരും. 7 3 കുറയ്ക്കണം 4. അപ്പോൾ അവിടെയുള്ള ഡയഗണൽസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 7 × 4/2 14. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ചോദ്യം എന്ന് പറയുന്നത് ഡെക്കഗൺ എന്ന് പറയുമ്പോൾ ഇവിടെ 10-ൽ നിന്ന് 3 കുറയ്ക്കണം. അപ്പോൾ ഇവിടെ വെർട്ടെക്സ് നമ്പർ ഓഫ് ഡയഗണൽസ് വെർട്ടെക്സ് 7 വരും. അതുപോലെ ഇവിടെ 10 × 7/2. ഓക്കെ. ഇനി n സൈഡുള്ള പോളിഗണിൻ്റെ ഒരു സൈഡ് n സൈഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ഡയഗണൽസ് എന്ന് പറയുന്നത് n-3 ആണ്. ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? n × n-1/2. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഫുള്ളായിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇതേ ഫോർമാറ്റിൽ ചോദ്യങ്ങൾ വരാം. ഡിജിറ്റ്സ് ഒക്കെ മാറിയേക്കാം. പക്ഷെ നിങ്ങൾ കൂടുതൽ ഓരോ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് പഠിക്കാൻ കഴിയട്ടെ. മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും അതുപോലെ തന്നെ നമ്മൾ സൺഡേ നമ്മൾ രാവിലെ 10 മണിക്ക് നമ്മളൊരു ലൈവ് വിടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം സോഷ്യലിന് അധികം നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു പ്രഡിക്ഷനാണത്. അപ്പോൾ അതിൽ നിന്നൊരു പാഠഭാഗങ്ങൾ പഠിപ്പിച്ചൊരു അധ്യാപകന് വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും താല്പര്യമുള്ളവരൊക്കെ ലൈവിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്.